ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ. ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കണേ. നീ ഉണരുന്നത് വരെ മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കൂടിയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഒരു മലക്ക് നേരം വെളുക്കുന്നത് വരെ, നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറങ്ങുമ്പോ ഒളിവെടുത്തിട്ട് കിടക്കണം, മരിക്കുമ്പോ ഒളിവെടുത്തിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുമ്പോഴും ഒളിവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. കൂടി മരിച്ചാൽ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. വിവിഐപിയുടെ മരണമാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് മലക്കുകളുടെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ രണ്ട്, എപ്പോഴും നിന്നെ കൊണ്ട് കഴിയുന്ന സമയങ്ങൾ മുഴുവനും നീ ഒളിവോടുകൂടി നടക്ക്. രണ്ട്, ഒളിവോടുകൂടി കിടന്നുറങ്ങ്. മൂന്ന്, ഒളിവോടുകൂടി മരിക്കാൻ ആഗ്രഹിക്ക്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മൂന്നാമത്തെ വിഭാഗമാരാ, ഞാൻ വിശദീകരിക്കുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ സ്വലാത്ത് കൊണ്ട്, ഈ സ്വലാത്ത് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ തമ്പുരാനെ. മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരൊറ്റ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് പ്രവാചകൻ ചിരിക്കുന്നത് കണ്ടപ്പോ അടുത്ത് കിടന്ന ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കുന്നേ? എന്തിനാ നബിയെ ചിരിക്കുന്നേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, മുത്തുനബി അവിടെന്ന് പറഞ്ഞു, മുത്തുനബി അവിടെന്ന് പറഞ്ഞു, റഅയ്തു ഫിൽ ജന്നതി ബാരിഹ വസമിഅ സൗത ഖാരിഅ. റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കാനുള്ള കാരണം മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ സ്വർഗ്ഗം കണ്ടു, ഞാൻ സ്വർഗ്ഗം കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ സ്വർഗ്ഗം കണ്ടു. ഞാൻ സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ആരോ ഖുർആൻ ഓതുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, ആരാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഇരുന്ന് ഖുർആൻ ഓതുക? സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതുന്നവൻ ആരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ മലക്കുകൾ വിളിച്ചു പറയുന്നു, നബിയേ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ. മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി, എന്റെ സ്വഹാബിയോ, എന്റെ ഹാരിസയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്റെ ഹാരിസാണ്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എല്ലാവർക്കും അറിയാം നബിയെ. കാരണം എന്തെന്നറിയുമോ? നാളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറുപ്പക്കാരന് മലക്കുകൾ പരിചയപ്പെടാനുള്ള കാരണം, ഈ ചെറുപ്പക്കാരന് നാളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കും. അതുകൊണ്ടാണെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു കൊട്ടാരം. രണ്ട്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം. ഈ രണ്ട് പ്രതിഫലം വേണമെന്നുള്ളവർ കൈവക്ക്, ഞാൻ പറയും പോകും ഇൻഷാ അല്ലാഹ്. വേണ്ടവര് മാത്രം ബുക്ക് ചെയ്യാൻ മതി. പൊക്കഴി നോക്കട്ടെ. ഉസ്താദെ, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരവും വേണം, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരവും വേണം. എന്നെ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണവും വാങ്ങിച്ചു കഴിക്കണം. ആഗ്രഹണ്ട കൈവക്കിക്ക്, ഒന്ന് എഴുന്നേറ്റ് ആഗ്രഹമുണ്ടെങ്കിൽ
ഒന്ന് എഴുന്നേറ്റ് ആഗ്രഹം കൈയൊന്നും പൊക്കണ്ട, എഴുന്നേറ്റാ മതി. സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി പൊക്കണ പോലെ ഉണ്ട്. ആ പൊക്ക് വലിച്ചല്ല എഴുന്നേക്ക്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. എഴുന്നേക്കപ്പ നിക്കപ്പാ, 2 മിനിറ്റ് നിക്ക്. എഴുന്നേറ്റ് രണ്ടുപേരും എഴുന്നേറ്റ്. ബിസ്മില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കല്ലേ നിക്ക് 2 മിനിറ്റ് നിക്ക്. നിങ്ങളുടെ വീട്ടിൽ വാപ്പയോ ഉമ്മയോ ഹയാത്തിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. ആരെങ്കിലും വാപ്പായും ഉമ്മായി ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവർ കൈവക്കും. മനുഷ്യൻ എന്തിനാ പേടിക്കണം? അള്ളാഹു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി തരുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഈ ചെറുപ്പക്കാരൻ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്തതാ. എന്തിനാ ഈ 2 പ്രതിഫലം അല്ലാഹു കൊടുത്തത്? എന്തിനാ? മാതാപിതാക്കളെ സ്നേഹിച്ചതിന്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്കും കിട്ടുമോ? കാരണം എന്റെ വാപ്പാനെ ഉമ്മാനെ എനിക്ക് ഇഷ്ടമാ, എന്റെ മാതാപിതാക്കളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല, അല്ലാഹു ഈ 2 പ്രതിഫലം ഈ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള കാരണം 3 നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരുന്നു. നമുക്കില്ലാതെ പോയ, ഈ കൈവക്കിയ മക്കൾക്കില്ലാതെ പോയ 3 നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരുന്നു. ഈ 3 ഗുണം നമുക്കുണ്ടോ? നമുക്കും അല്ലാഹു ഈ പ്രതിഫലം തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു 3 ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾക്കുണ്ടോ നോക്കിയാൽ മതി. ഈ പറയുന്ന നല്ല 3 ഗുണങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3 ഗുണങ്ങൾ എന്താണ്? മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാത്ത ഒരു മകനുമില്ല, ഒരു മകളുമില്ല. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുള്ളവരാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നും നമ്മൾ കൊതിക്കുന്നവരാണ്. ഇന്നും നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയുമോ? കാന യുതഇമുഹാ ബിയദിഹി, കാന യുതഇമുഹാ ബിയദിഹി. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് അങ്ങോട്ട് ഉമ്മയ്ക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സ്വഹാബിക്കുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തേ? ഉമ്മായിക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഭക്ഷണം മാറി കൊടുത്തിട്ടുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാനുള്ള കൊതി കൊണ്ടാ ഒന്ന് കൈവക്കിക്കും. എന്താ പേടിക്കണത്? ജീവിതത്തിൽ ഒരിക്കൽ, ഈ ദിവസം വരെ ഒരിക്കലെങ്കിലും ഉമ്മായിക്കും വാപ്പായിക്കും ഒരു വെട്ടമെങ്കിലും ഒന്ന് ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടാ? കൈവക്കപ്പ, കാണട്ടപ്പ. എവിടെ പോയി കയ്യൊക്കെ? എവിടെ പോയി കയ്യൊക്കെ? അള്ളാന്റെ സ്വർഗത്തിൽ കൊട്ടാരം നിനക്ക് ഓസിന് കിട്ടുമെന്ന് വിചാരിച്ചോ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം, പൊരിച്ച മീൻ, പൊരിച്ച മീനിന്റെ കരള് നിനക്ക് ഓസിന് അള്ള തരുമെന്ന് കരുതിയോ? പെറ്റ തള്ളക്ക് നീ നാലിശയ്ക്ക് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ ഉമ്മ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ, ആ പാപത്തിന്റെ വായിൽ ഒരു വെട്ടം പോലും നിന്റെ ഈ ആയുസ്സിൽ നിനക്ക് അല്ലാഹുവേ ഒരു ഉരുള ഭക്ഷണം വാരി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ ജീവിക്കണേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊന്ന് ചിന്തിക്കില്ലേ, എവിടെ ഈ കിളവനും കിളവിക്ക് നീ കോടി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ അല്ലേ? ഇവർക്കിനി വാരി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. എവിടെ സമയം? പെറ്റ തള്ളയെയും ഉമ്മയെയും വാപ്പയെയും നോക്കാൻ തന്നെ സമയമില്ല, തിരിഞ്ഞു നോക്കാൻ സമയമില്ല, ഭക്ഷണം കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉസ്താദ് കണ്ണിന് കാഴ്ച കുറയുന്ന ഉസ്താദില്ലേ? കണ്ണിന് കാഴ്ച, എടാ ചങ്ങാതി, നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു വേണോ? ഹോസ്പിറ്റലല്ല പോണ്ടേത്, വീട്ടിൽ ചെന്നിട്ട് ഉമ്മാടെ മുഖത്ത് നോക്കിയിരുന്നാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാടെ മുഖത്ത് പോയി നോക്കിയിരിക്ക്, പെറ്റ തള്ളയുടെ മുഖത്ത്
മുഖത്ത് നോക്കിയിരിക്കും, കണ്ണിന്റെ കാഴ്ച പോകൂല. ഇബാദത്തിന്റെ കൂലിയാ ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത്, ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുന്നത്, ഉമ്മയുടെ 2 കവിളുകൾക്കിടയിൽ ഉമ്മയുടെ 2 കണ്ണുകൾക്കിടയിൽ ഉമ്മ വെക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്തേ നിനക്ക് പറ്റാതെ, എന്തേ നിനക്ക് സാധിക്കാതെ പോയി? ഉമ്മയുടെ വായിലേക്ക് ഊരുള്ള ഭക്ഷണം മാറി വെക്കാൻ നിനക്ക് സമയമില്ലാതെ പോയി. എന്റെ പെങ്ങന്മാർക്ക് സമയമില്ലാതെ പോയി. അള്ളാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. ആ ഉമ്മയുടെ കാൽച്ചുവെട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ആ ഉമ്മാടെ കാൽച്ചുവെട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ഉപ്പ അല്ലേ സ്വർഗത്തിന്റെ മധ്യ കവാടം? നീ എങ്ങനെ രക്ഷപ്പെടും? ഉമ്മയുടെ കാൽച്ചുവെട്ടിൽ സ്വർഗം, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇന്നെങ്കിലും വീട്ടിൽ പോയിട്ട് നാളെയെങ്കിലും എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ് വാപ്പായിക്കോ ഉമ്മായിക്കോ ഒരൽപ്പം ഭക്ഷണം വാരി കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുക്കോ? വാരി കൊടുക്കോ? നീയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്ക. അതിനും മനസ്സില്ല. നീ പൊക്കണ്ട. നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ. നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെ. നിന്റെ മക്കൾ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ കയ്യും കെട്ടി. അവര് മരിക്കാൻ കിടക്കുമ്പോ വെള്ളം പോലും ഒഴിച്ചു തരാൻ ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് കാന യുത്ഇമുഹാബിയദിഹി, ആ സ്വഹാബി തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി രണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ആയിഷ, ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു? രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാപ്പാടെയും ഉമ്മാടെയും മുന്നിൽ ആ ചെറുപ്പക്കാരന്റെ ശബ്ദം ഉയരാറില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചേ എന്ന് പറയുന്ന വാക്ക് പോലും പറയരുത്. ഇന്ന് ചേന്നല്ല വിളിക്കണേ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത്. ആരോട്? മാതാപിതാക്കളോട്. എന്നാ നമ്മൾ ഇന്ന് വിളിക്കണ വിളിയോ? അള്ളാഹുവേ, ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന കിളവി, അടങ്ങി ഒതുങ്ങി ഇവിടെ കാണാൻ കടന്നോണം എണ്ണം എന്ന് വരെ ഉമ്മായെ പറയാ, വാപ്പാനെ പറയാ. മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുടെ കാലമാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മാടെയും വാപ്പാടെയും മുന്നിൽ ഒരു കാരണവശാലും നിന്റെ ശബ്ദം ഉയരരുത്. നീ എത്ര വളർന്നാലും, നീ എത്ര കൊലകൊമ്പനായാലും നിന്റെ ഉപ്പാനെ ഉമ്മാനെ നിയന്ത്രിക്കാൻ നീ ആയിട്ടില്ല. നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും, ഇടയ്ക്കൊന്ന് തോന്നും, ഉമ്മാനെ ഒന്ന് ഭരിച്ചാൽ കൊള്ളാം, വാപ്പാനെ ഒന്ന് ഭരിച്ചാൽ കൊള്ളാം. നീ വളർന്നിട്ടില്ല ട്ടാ. നിനക്ക് ഭരിക്കണമെങ്കിൽ നിന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളെ പോയി ഭരിക്കും. വയലു പറയണമെങ്കിൽ അവിടെ പോയി പറ. ഇനി നിനക്കത് മതിയാവുന്നില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മുന്നിൽ പോയി വയലു പറ. ഉമ്മാടെയും വാപ്പാടെയും മുന്നിൽ നിന്റെ ശബ്ദം ഉയരരുത്. ഉയർന്നു പോയാൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരന്റെ ശബ്ദം തന്റെ ഉമ്മയുടെ മുന്നിൽ ഉയരില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3ാമത്തെ ഗുണം, ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോകുമ്പോ പുറകെ പോകും. തല്ലാനല്ലട്ടാ, തല്ലാനല്ല. ഉമ്മാനെ കാണാൻ വന്നിട്ട് തിരിച്ചു പോകുന്നവരുടെ പുറകെ ഇറങ്ങിപ്പോകും. പോയിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞു? എന്റെ ഉമ്മയ്ക്ക് വല്ല കുറവുമുണ്ടോ? എന്റെ വീട്ടിൽ എന്റെ ഉമ്മയ്ക്ക് വല്ല പരാതിയും കുറവുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, എനിക്കൊന്ന് ചെയ്തു കൊടുക്കാനാ. ഉമ്മ എന്നോടൊന്നും പറയാറില്ല. ഇന്നത്തെ മക്കളാണെങ്കിൽ വീട്ടിൽ വന്ന ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാ പോയി ഉമ്മാടെയും അപ്പാടെയും കാര്യം. ആ സഹാബി അങ്ങനല്ല. ഉമ്മ വല്ലോം പറഞ്ഞു എന്ന് ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മായെ കാണാൻ വരുന്നവരുടെ പുറകിലൊന്നും പോകണ്ട. അവര് ചോദിക്കുന്ന സാധനമെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നീ വീട്ടിൽ ഇറങ്ങി പോകുമ്പോ ഉമ്മ പറയുന്നു, മോനെ പ്രഷറിന്റെ ഗുളിക ഒന്ന് വാങ്ങിത്തരണം കേട്ടോടാ. ഉടനെ ചോദിക്കുന്നത്, ഉമ്മ നിങ്ങളിപ്പോ ചോറിന് പകരം ഗുളികയാണോ കഴിക്കുന്നത്? അതാ ചോദിക്കണേ. 150 രൂപയുടെ ഗുളികയ്ക്ക് പോലും കണക്ക് പറയുന്ന മക്കളുടെ കാലമാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ചാൽ ഒരു രക്ഷയുമില്ല. ദുനിയാവും പോയി, ആഖിറവും പോയി. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നവനാണെങ്കിലും, നിസ്കാര തഴമ്പുള്ളവനാണെങ്കിലും, ഖുർആൻ പഠിച്ചവനാണെങ്കിലും, ആലിമീങ്ങളാണെങ്കിലും, പ്രവാചകനാണെങ്കിലും, ആരാണെങ്കിലും ഉമ്മായും വാപ്പായും വേദനിപ്പിച്ചിട്ടുണ്ടോ, നിനക്ക് അല്ലാഹു നല്ല മരണം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാരണം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മഹാനായ
അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല മഹാനവറുകൾ നോക്കുമ്പോ 4 പേര് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോവാ. 4 ആൾക്കാർ ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നു. മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. ആ 4 പേരുടെ കൂടെ 5-ാമനായിട്ട് മഹാനവറുകൾ പോയി. അവസാനം മയ്യത്ത് കൊണ്ട് കബറടക്കി. 5 പേരാണ് കൊണ്ട് കബറടക്കിയത്. കബറടക്കി കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തേ ആരുമില്ലേ ഈ ചെറുപ്പക്കാരന്? ആരുമില്ലേ? അപ്പൊ പറഞ്ഞു, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. ആ ഉമ്മ ഞങ്ങളെ പൈസ എന്നിട്ടാ പറഞ്ഞു വിട്ടെ കൊണ്ട് നടക്കാൻ. അല്ലാഹുവേ, മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത വേദനയായി ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോ ഒരു പ്രായം ചെന്ന ഉമ്മ ഇരിക്കുന്നു. ആ ഉമ്മയോട് ചോദിക്കുമ്പോ പറഞ്ഞു, അല്ലാഹുവേ അവിടെ നിന്ന് പറഞ്ഞു, തങ്ങളെ എന്റെ മോന, എന്റെ മോന, എന്റെ മോന. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു വളർത്തി. പക്ഷെ അവൻ കള്ളുകുടിയനായിരുന്നു. എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, എന്നെ ഒരുപാട് വേദനിപ്പിക്കുമായിരുന്നു, എന്നെ തല്ലുമായിരുന്നു, എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനാ. പക്ഷെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു രോഗം കൊടുത്തു. അല്ലാഹു ഒരു രോഗം കൊടുത്തു. കിടപ്പി കിടന്ന മലമൂത്ര വിസർജനം നടത്തിയ എന്റെ പൊന്നുമോൻ അല്ലാഹു അവന് രോഗം കൊടുത്തു. കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ. എന്റെ പൊന്നുമോൻ അല്ലാഹുവേ കടന്ന് ദുരിതം അനുഭവിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല തങ്ങളെ. എന്റെ മോനല്ലേ. അതാ ഉമ്മ ഗർഭിണിയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത്തിരി പ്രശ്നമാ. ഈ കുഞ്ഞ് പ്രസവിച്ചാൽ ഉമ്മയ്ക്ക് തന്നെ മരണം വരെ സംഭവിക്കാൻ കാരണമാ. ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ പെണ്ണെ നീ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും ഉമ്മ ചോദിച്ചത്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാ. അതാ മനസ്സിലാക്കണ്ടേ. അതാ ഉമ്മ തന്റെ പൊന്നാര മകന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ കിടന്ന് നരകിക്കുന്നത് കണ്ടപ്പോ ഈ ഉമ്മ തന്റെ പൊന്നുമോനെ കുളിപ്പിച്ചു. അവന്റെ മൂത്രം കഴുകി, അവന്റെ കാഷ്ടം കഴുകി, അവന് ഭക്ഷണം വാരി കൊടുക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, അബൂ ഇയാസ് തങ്ങൾ പറയുന്നു, ആ ചെറുപ്പക്കാരൻ മിണ്ടാറില്ല, കരയല് മാത്രം. ഉമ്മയോട് ചെയ്തു പോയ ദ്രോഹമോർത്തിട്ട് കരച്ചല. അവസാനം മരണസമയം അടുത്തപ്പോ, തന്റെ സക്രാത്തിന്റെ സമയം അടുത്തപ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മാ, ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ മലക്കുകൾ വന്നിട്ട് എന്റെ റൂഹ് പിടിക്കുമ്പോ എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. എനിക്കത് പറയാൻ കഴിയില്ല ഉമ്മ, കാരണം ഞാൻ അത്രയ്ക്ക് ദ്രോഹം ചെയ്തവനാ. എന്റെ ഉമ്മയോട് ഞാൻ അത്രയ്ക്കും ദ്രോഹം ചെയ്തവനാ. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. എന്റെ ഉമ്മ തന്നെ ലക്കിനു അവിടുന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവേ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് എനിക്ക് എന്റെ ഉമ്മ പറഞ്ഞു തരണം. ഉമ്മ പറഞ്ഞു തന്നിട്ട് പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ല എങ്കിൽ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയുമോ? ഉമ്മയുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് ചവിട്ടണം. ഉമ്മ നിങ്ങളുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് നിങ്ങൾ ചവിട്ടണം. എന്റെ മുഖത്ത് ചവിട്ടി മണ്ണിലേക്ക് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ മുഖത്ത് ഉമ്മയുടെ കാലെടുത്ത് ചവിട്ടിയിട്ട് ഉമ്മ എനിക്ക് പറഞ്ഞു തരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മയുടെ കാൽ ചവിട്ടിലാ സ്വർഗം കിടക്കുന്ന എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തന്നിട്ടും എന്റെ പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, തന്റെ പൊന്നാര മകൻ മരണത്തോട് മല്ലടിക്കുമ്പോ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. മകന് പറയാൻ കഴിയുന്നില്ല. ഉമ്മ തന്റെ കാലെടുത്തു മകന്റെ മുഖത്ത് ചവിട്ടിയിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴും പറയാൻ പറ്റുന്നില്ല. ആ ഉമ്മ നെഞ്ചു പൊട്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ പൊന്നുമോന് ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്നു തമ്പുരാനെ, എന്റെ പൊന്നുമോന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു തമ്പുരാനെ, എന്റെ പൊന്നുമോന് നീയും പുറത്തു കൊടുക്കല്ല, എന്റെ പൊന്നുമോന് നല്ല മരണം കൊടുക്കല്ല എന്ന് അവസാനം ആ ഉമ്മ കരഞ്ഞു ദുആ ചെയ്തിട്ടാ എന്റെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നാവ് പൊങ്ങിയതെന്ന് കരഞ്ഞുകൊണ്ട് അബൂ ഇയാസ്